മുഹറം 10 നോമ്പെടുക്കുന്നതെന്തിനാണ്? അങ്ങനെ നോമ്പെടുക്കുന്ന മനുഷ്യരോടാണ്. അത് വെറുമൊരു കഥ പറച്ചിലിൻ്റെ ദിവസമല്ല. മൂസാ നബിയോട് സമുദ്രം ഭേദിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ മൂസാ നബി നടക്കാൻ സന്നദ്ധനാകുന്നു. അലയടിക്കുന്ന സമുദ്രത്തെ കണ്ട് പരിഭ്രാന്തരായ അനുയായികൾ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, നമ്മൾ അപകടത്തിൽ പെട്ടുപോയെന്ന്. മൂസാ നബി അവരോട് പറഞ്ഞു, ഇന്നമായി റബ്ബി സയഹദീൻ, അലയടിക്കുന്ന കടലിൻ്റെ ഇരുട്ടിലും വെളിച്ചം തെളിക്കാൻ എൻ്റെ അള്ളാഹു കൂടെയുണ്ടാകുമെന്ന്. കാർമേഘം തളം കെട്ടി നിൽക്കാത്ത അന്തരീക്ഷത്തിലാണ് അള്ളാഹു നൂഹ് നബിയോട് കപ്പലുണ്ടാക്കാൻ ആഹ്വാനം ചെയ്തത്. ഒരു ജനതയൊന്നാകെ തന്നെ പരിഹസിക്കുമ്പോഴും നൂഹ് നബി കപ്പലുണ്ടാക്കി. ആ അപാരമായ വിശ്വാസം കൊണ്ടാണ് പ്രളയത്തിന് ഭ്രാന്തു പിടിച്ചത്. പ്രളയം വന്നത് ആകാശത്തു നിന്നായിരുന്നില്ല, ഭൂമിയിൽ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട ഉറവ കൊണ്ടാണ്. നമ്രൂദ് രാജാവിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തു ചാടാൻ അള്ളാഹു കൽപ്പിക്കുമ്പോൾ തീ തണുത്തു പോയിരുന്നില്ല. ചൂടുള്ള ജ്വാലയുള്ള തീയിലേക്ക് പക്ഷേ ഇബ്രാഹിം നബി എടുത്തു ചാടുന്നു. ആ മനോഹരമായ വിശ്വാസത്തിൽ തീ തണുത്തു പോകുന്നു. യാനാറുക്കൂനി ബർദം വസലാമൽ ഇബ്രാഹിം, തീ നീ എൻ്റെ ഇബ്രാഹിമിനു വേണ്ടി തണുത്തു പോകണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നത് ഇബ്രാഹിം നബിക്കുള്ള ആദരവായിരുന്നു. തന്നെ വിശ്വസിച്ചവർ തൻ്റെ കൂടെ യുദ്ധത്തിനുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പടക്കളത്തിലേക്ക് പോയ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാവുന്നു. ഈ 4 ഘട്ടങ്ങളിലും 4 പരീക്ഷിതർക്കും അറിയാവുന്ന ഒരേയൊരു കാര്യമുണ്ട്.